ലോകത്തിന്റെ എണ്ണക്കിണർ എന്നറിയപ്പെടുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നും അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ലോകം കുറച്ച് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും സങ്കീർണമാവുകയാണ്. ചില റിപ്പോർട്ടുകൾ പ്രകാരം കടലിടുക്കിന്റെ അതായത് ഹോർമുസിന്റെ പല ഭാഗങ്ങളിലും സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ മൈനുകൾ ഉണ്ട് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് നൽകുന്ന സൂചന. ഇതോടെ ടെഹ്റാൻ പുതിയൊരു നീക്കം നടത്തി. പ്രധാന പാതയ്ക്ക് പകരം ഇറാന്റെ തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ ചെറിയ ടാങ്കറുകൾക്ക് കടന്നുപോകാൻ അവർ അനുമതി നൽകിയിരിക്കുകയാണ്. ഇറാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന കപ്പലുകൾക്ക് മാത്രമേ ഈ ബദൽ പാതകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നും മനസ്സിലാക്കണം. ഇറാൻ ഇപ്പോൾ പുതിയ ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ പുതിയ റൂട്ടുകൾ കപ്പലുകൾക്ക് എത്രത്തോളം സുരക്ഷിതമാണ് എന്നതിന്റെ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് ഈ ബദൽ പാതകൾ? ട്രംപിന്റെ വെടിനിർത്തൽ ഭീഷണിയിലാകുമോ? നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ പുതിയ റൂട്ടുകളെ ഒന്ന് പരിചയപ്പെടാം. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സ് പുറത്തുവിട്ട നിർദ്ദേശപ്രകാരം കപ്പലുകൾ ഇനി മുതൽ ലാരാക് ഐലൻഡിന് ചുറ്റുമുള്ള പുതിയ പാതകളിലൂടെ വേണം സഞ്ചരിക്കാൻ. ആദ്യം ഇൻകമിംഗ് ഷിപ്സ്, ഉള്ളിലേക്ക് വരുന്നവ, ലാരാക് ഐലൻഡിന് വടക്ക് ഭാഗത്തുള്ള റൂട്ടിലൂടെ കടന്നു വരണം. ഔട്ട് ഗോയിങ് ഷിപ്സ് ഐലൻഡിന് തെക്ക് ഭാഗത്തുള്ള പാതയിലൂടെ പുറത്തേക്ക് പോകണം. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ട്. ഈ പുതിയ റൂട്ടുകൾ ഇറാന്റെ തീരപ്രദേശത്തോട് ഏറ്റവും അടുത്താണ്. അതായത് ഈ വഴി പോകുന്ന ഓരോ കപ്പലിനെയും ഇറാന്റെ നാവികസേനയ്ക്ക് കൃത്യമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും സാധിക്കും. ഫുൾ ടാക്ടിക്കൽ കൺട്രോൾ ആണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ ഈ റൂട്ടുകളിലൂടെ പോകുന്ന കപ്പലുകൾക്ക് വൻതോതിലുള്ള പ്രീമിയമാണ് ഈടാക്കുന്നത്. ഇത് സ്വാഭാവികമായും എണ്ണവില വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇതിനിടയിലാണ് ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് വരുന്നത്. ഈ പുതിയ റൂട്ടിലൂടെ പോകുന്ന ഓരോ ബാരൽ എണ്ണയ്ക്കും $1 വീതം ടോൾ ഈടാക്കാൻ ഇറാൻ ആലോചിക്കുന്നുണ്ട് എന്ന്. ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കൊണ്ടുപോകുന്ന ഒരു വമ്പൻ ടാങ്കറിന് ഇത് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ അധിക ബാധ്യതയാണ് ഉണ്ടാക്കുക. ഇത് ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും കുതിച്ചുയരാൻ കാരണമാകും. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് വെടിനിർത്തൽ ഇപ്പോൾ ഒരു നൂൽപാലത്തിലാണ്. വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടാൽ ഹോർമുസ് കടലിടുക്ക് വീണ്ടും പൂർണ്ണമായും അടച്ചിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മുടെ എണ്ണ ഇറക്കുമതിയുടെ മെജോറിറ്റിയും ഈ വഴിയിലൂടെയാണ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് കൂടുന്നതും ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിക്കുന്നതും ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലയെ നേരിട്ട് തന്നെ ബാധിക്കും. വിതരണ ശൃംഖല ഇത്രയധികം താറുമാറായ മറ്റൊരു കാലമില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം. ഇത് മാത്രമല്ല, ഈ പുതിയ റൂട്ടുകളിൽ മൈനുകൾ ഇല്ല എന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും അമേരിക്കൻ നാവികസേന അത് വിശ്വസിക്കാൻ തയ്യാറല്ല. വെടിനിർത്തലിന് മുൻപ് ഇറാൻ തന്നെ വിതറിയ മൈനുകൾ ഇപ്പോഴും അവിടെയുണ്ടെന്നും കപ്പലുകൾക്ക് അത് വലിയ ഭീഷണിയാണെന്നുമാണ് വാഷിംഗ്ടണിന്റെ വാദം. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ ഈ മൈൻ ഭീഷണിയും പുതിയ റൂട്ടുകളും വെറും ഒരു സാങ്കേതിക പ്രശ്നമല്ല, ഇതൊരു വലിയ രാഷ്ട്രീയ ചതുരംഗ കളി തന്നെയാണ്. ഇറാൻ പടുത്തുയർത്തുന്ന ഈ ബദൽ പാതകൾ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുമോ, അതോ അമേരിക്ക ശക്തമായി ഇടപെട്ടുകൊണ്ട് കടലിടുക്ക് തിരിച്ചുപിടിക്കുമോ? വെടിനിർത്തൽ അംഗീകരിച്ചെങ്കിലും ഹോർമുസ് കടലിടുക്കിന്റെ താക്കോൽ തങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇറാന്റെ തന്ത്രം. ട്രംപ് ഭരണകൂടം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ലോക സമാധാനം തന്നെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.